ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു സമൂസ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ആ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 3 ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചതച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടും. അത് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കളറുണ്ടാവും. ഞാനിപ്പോൾ സാധാരണ ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അത് നന്നായിട്ടൊന്ന് ചൂട് ആറി വന്നപ്പോൾ അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നമുക്ക് സമൂസ ഷീറ്റ് ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമുക്കിതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിലൊന്ന്, ഒരുപാട് ലൂസല്ലാതെ തിക്കാക്കി തന്നെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് അതൊന്ന് ഞാനൊരു അരികിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇരുന്നോളും. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ റോളിലേക്ക് ഫില്ല് ചെയ്തെടുത്ത് ബാക്കിയെല്ലാം റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊരിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ സമൂസ ചേർത്ത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല ചൂടോടുകൂടി നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്.